ഹലോ ഗൈസ്, ഓക്കെ, വെൽക്കം ടു അസിൻ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ഫ്രൈ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കണം, പുഴുങ്ങിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത് നമ്മൾ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ഇന്ന് അങ്ങനെ മഴ പെയ്തു, വെയിലിന്റെ ഒരു ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ പുഴുങ്ങിയെടുത്ത് ഉരുളക്കിഴങ്ങിലേക്ക് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? കുറച്ച് വേപ്പില അരിഞ്ഞിടണം. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ദാ അന്തരീക്ഷം കണ്ടില്ലേ? ഓക്കെ, ഇതാ ഹസി ഇവിടെ വേപ്പില പൊട്ടിക്കുന്നുണ്ട്. മരം ഇതല്ലേ വേപ്പില മരം? യാ, അപ്പം അങ്ങനെ എന്താ വേപ്പില പൊട്ടിച്ച് ഹസിൻ കാണിക്ക്, വേപ്പില കാണിക്ക്. ഓക്കെ, വേപ്പിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അരിപ്പൊടി ഒരു ടീസ്പൂൺ, വലിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്റെ കൈയാണ്. മതി അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ. ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി ഒരു ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ, അതുപോലെ ഗരം മസാല അല്ലെങ്കിൽ മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ. ഓക്കെ, അങ്ങനെ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ കുക്ക്. ആക്ച്വലി അസിം പറയും അവളെ ഉണ്ടാക്കണേന്ന്, പക്ഷെ വെറുതെ പറയാണ് അമ്മമ്മയാണ്. ഓക്കെ, അപ്പൊ അരിപ്പൊടി കുഴച്ച് വെച്ചതും അതുപോലെ ഉരുളക്കിഴങ്ങ് കുഴച്ച് വെച്ചതും കൂടി ഉണ്ട്. അപ്പൊ ഇത് ഇനി രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങും പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തേ. അപ്പോൾ അവിടെ അമ്മാമ്മ ഒന്നും കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ തണ്ണിമത്തന്നെ കഴിച്ചിരിക്കാൻ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്താ ഇങ്ങനൊരു ഇതാക്കി എടുത്തിട്ടുണ്ടാണ്. ബോംബ് പോലെ ഉണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇത് ചെറിയ ചെറിയ പീസുകളാക്കാൻ പോവാണ്. നമ്മൾ പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടുരുട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അസിന് കൊടുക്കും. അസിന് അത് പരത്തിയിട്ട് ഇതാ ഇങ്ങനത്തെ ഷേപ്പ് ആക്കും. ഞാൻ എൻ്റെ ഇടയിൽ എനിക്ക് ഒരു ലവ് ഉണ്ടാക്കി കുരിശുണ്ടാക്കാൻ നോക്കി, കുരിശുണ്ടാക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പല ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലവും പിന്നെ കുഞ്ഞിതും പിന്നെ കുറെ ഉണ്ടകളും. ഇനി നമുക്ക് പോയിട്ട് ഇത് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് തന്നെ നമ്മൾ നമ്മുടെ ലവ് വെച്ച്, അതെ, ഹാർട്ട് ഷേപ്പാണ് നമ്മൾ ആദ്യം ഇടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഉണ്ടകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചൂടാക്കാം. അതുപോലെ ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കിത് ഇളക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ പൊട്ടാറ്റോ ഫ്രൈ അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതാ നമ്മുടെ സാധനം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാ അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതാണ് ഈ ഒരു കളറൊക്കെ ആവണം. അപ്പം നമ്മളിത് സോസ് കൂട്ടി കഴിക്കാൻ പോവാണ് ഗൈസ്. വാവ്, അടിപൊളിയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുണ്ട്, ചൂടായിട്ട് കഴിച്ചാൽ മതി കേട്ടോ ഗൈസ്. എന്തായാലും നല്ല രസമുണ്ട് ഗൈസ്. ബൈ ബൈ, സൈനിങ് ഓഫ്.